നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭീകരമായ ഒരു കഥയെക്കുറിച്ചാണ്. അത് കേവലം ഒരു ക്രൈം സ്റ്റോറി എന്നതിലുപരി നമ്മുടെ സമൂഹത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഇരുണ്ട യാഥാർത്ഥ്യത്തിന്റെ നേർക്കാഴ്ചയാണ്. ആരും അറിയാതെ, ആരും സംശയിക്കാതെ വർഷങ്ങളോളം 20-ലധികം സ്ത്രീകളുടെ ജീവനെടുത്ത ഒരു മനുഷ്യന്റെ കഥയാണിത്. സൈനൈഡ് മോഹൻ എന്നറിയപ്പെടുന്ന മോഹൻകുമാർ വിവേകാനന്ദന്റെ കഥ. മോഹൻകുമാർ കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ നിന്നുള്ള ഒരു സാധാരണ മനുഷ്യനായിരുന്നു. കാഴ്ചയിൽ ഒരു ശാസ്ത്ര അധ്യാപകന്റെ നിഷ്കളങ്കതയുണ്ടായിരുന്ന അയാളെ പുറംലോകം അറിഞ്ഞത് സൈനൈഡ് മോഹൻ എന്ന ഞെട്ടിക്കുന്ന പേരിലാണ്. 2003 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ വിവാഹ വാഗ്ദാനങ്ങൾ നൽകി ഇയാൾ 20-ലധികം യുവതികളെ അതിക്രൂരമായി കൊലപ്പെടുത്തി. പുറത്തൊരു മാന്യൻ, സ്കൂളിൽ കണക്കും ശാസ്ത്രവും പഠിപ്പിക്കുന്ന അധ്യാപകൻ. പക്ഷേ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് ഒരു കൊടും ക്രൂരന്റെ മനസ്സായിരുന്നു. മോഹൻകുമാറിന്റെ ഇരകളെ തിരഞ്ഞെടുക്കുന്ന രീതിക്ക് ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ടായിരുന്നു. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന, സ്വന്തം കാലിൽ നിൽക്കുന്ന, എന്നാൽ ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളോ കാരണം ഒറ്റപ്പെട്ട അവസ്ഥയിലുള്ള യുവതികളായിരുന്നു ഇയാളുടെ പ്രധാന ലക്ഷ്യം. ഇയാൾ അവരുമായി സൗഹൃദം സ്ഥാപിക്കും, സ്നേഹം നടിക്കും, വിവാഹ വാഗ്ദാനം നൽകി വിശ്വസ്തത നേടും. പലപ്പോഴും വ്യാജ പേരുകളും സ്ഥലങ്ങളുമായിരുന്നു ഇയാൾ ഇതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇരകളുടെ വിവരങ്ങളും സാമ്പത്തിക സ്ഥിതിയും വരെ ഇയാൾ വളരെ വിദഗ്ധമായി മനസ്സിലാക്കിയിരുന്നു. ഈ ബന്ധം കൂടുതൽ ദൃഢമാകുമ്പോൾ ഇയാൾ യുവതികളെ അടുത്തുള്ള ഏതെങ്കിലും നഗരത്തിലെ ലോഡ്ജുകളിലേക്കോ ഹോട്ടലുകളിലേക്കോ വിളിച്ചു വരുത്തും. ക്രൂരതയുടെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നത് ഈ ലോഡ്ജ് മുറികളിൽ വെച്ച് തന്നെയാണ്. യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം ഗർഭധാരണം തടയാനുള്ള മരുന്നാണെന്ന് വിശ്വസിച്ച് ഇയാൾ ഒരു ഗുളിക നൽകും. എന്നാൽ അതൊരു സാധാരണ ഗർഭനിരോധന ഗുളികയായിരുന്നില്ല, മറിച്ച് മാരകമായ പൊട്ടാസ്യം സൈനൈഡ് ആയിരുന്നു. ഈ ഗുളിക കഴിച്ച യുവതി അല്പസമയത്തിനകം മരണം ഉറപ്പായ സൈനൈഡിന്റെ വിഷം ശരീരത്തിൽ പ്രവർത്തിച്ച് ബാത്റൂമിലോ ലോഡ്ജ് മുറിയിലോ വെച്ച് മരണപ്പെടും. ഈ സമയത്ത് യുവതികളുടെ കൈവശമുള്ള സ്വർണ്ണാഭരണങ്ങളും പണവും മോഹൻകുമാർ കവർന്നെടുക്കും. തുടർന്ന് യുവതികളുടെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് ദൂരെ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് ഇയാൾ യാതൊരു കൂസലുമില്ലാതെ അടുത്ത ഇരയെ തേടി പോകും. ഇതാണ് ഇയാളുടെ പതിവ്. പോലീസ് അന്വേഷണം ശക്തമായതോടെ ഈ കൊലപാതക പരമ്പരയുടെ ചുരുളഴിഞ്ഞത്. 2009 നടന്ന ഒരു കൊലപാതകത്തിൽ മോഹൻകുമാർ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഇയാളെ കുടുക്കാൻ കാരണമായത്. പല നഗരങ്ങളിലായി പല സമയങ്ങളിലായി നടന്ന ഈ മരണങ്ങൾക്ക് പിന്നിൽ ഒരേ വ്യക്തിയാണെന്ന് തെളിഞ്ഞപ്പോൾ പോലീസ് പോലും ഞെട്ടിപ്പോവുകയായിരുന്നു. കൊല്ലപ്പെട്ട യുവതികളിൽ പലരും കാണാതായ കേസുകളായിരുന്നു. മൃതദേഹ പരിശോധനയിൽ വിഷാംശം കണ്ടെത്തിയെങ്കിലും ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ആദ്യം ഉറപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് പല കേസുകളിലെ സാമ്യങ്ങൾ ഒരുമിച്ച് പഠിച്ചപ്പോഴാണ് മോഹൻകുമാർ എന്ന ഭീകരന്റെ മുഖം പുറത്തു വന്നത്. മോഹൻകുമാറിനെ അറസ്റ്റ് ചെയ്തതോടെയാണ് ഇയാളുടെ ക്രൂരമായ കൊലപാതക രീതികളെ കുറിച്ചും ഇരകളുടെ എണ്ണത്തെക്കുറിച്ചുമുള്ള പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഏകദേശം 20-ലധികം കൊലപാതകങ്ങളിൽ ഇയാൾ പ്രതിയാണെന്ന് തെളിയിക്കപ്പെട്ടു. ഈ കേസുകൾ വേഗത്തിൽ വിചാരണ ചെയ്യാൻ വേണ്ടി മംഗലാപുരത്ത് ഒരു പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കുകയുണ്ടായി. ഓരോ കൊലപാതക കേസിലും വിചാരണ നടന്നു. പല കേസുകളിലും ഇയാൾക്ക് വധശിക്ഷ വിധിച്ചു. 2012 കാസർഗോഡ് നിന്നുള്ള ഒരു യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ഉൾപ്പെടെ പല കേസുകളിലും കോടതി ഇയാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. മോഹൻകുമാറിന്റെ വിചാരണ വർഷങ്ങൾ നീണ്ടു നിൽക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ 5 കേസുകളിൽ ഇയാൾക്ക് വധശിക്ഷ ലഭിച്ചെങ്കിലും അതിൽ 2 പിന്നീട് ജീവപര്യന്തമായി കുറിച്ചു. ഏറ്റവും ഒടുവിൽ വന്ന വിധി പ്രകാരം ഇയാൾക്കെതിരെയുള്ള എല്ലാ കേസുകളിലും ശിക്ഷ ഉറപ്പാക്കി. നിലവിൽ മോഹൻകുമാർ ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. 20ഓളം കേസുകളിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതിയിൽ കണ്ടെത്തുകയായിരുന്നു. അതിൽ പലതും ജീവപര്യന്തം തടവാണ് ഇയാൾക്ക് വിധിയായി ലഭിച്ചത്. സൈനൈഡ് മോഹന്റെ കഥ കേവലം ഒരു വ്യക്തിയുടെ ക്രൂരതയുടെ കഥ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ചില ദുർബലമായ കണ്ണികളെ അയാൾ എങ്ങനെ ചൂഷണം ചെയ്തു എന്നതിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വിവാഹ വാഗ്ദാനം പോലുള്ള കെണികളിൽ വീഴുന്നതിന് മുമ്പ് അപരിചിതരുമായി ബന്ധം സ്ഥാപിക്കപ്പെടുമ്പോൾ കാണിക്കേണ്ട ജാഗ്രതയെക്കുറിച്ചുള്ള ഒരു പാഠം കൂടിയാണ് ഇത്. സ്വന്തം പേര് പോലും മാറ്റിയും കള്ളക്കഥകൾ പറഞ്ഞും മാന്യമായ വേഷം ധരിച്ചും മനുഷ്യൻ എത്രത്തോളം ക്രൂരനാകാൻ കഴിയും എന്നതിന് സൈനൈഡ് മോഹൻ ഒരു ഉദാഹരണമാണ്. അയാൾ കൊന്നൊടുക്കിയ ഓരോ യുവതിയുടെയും ജീവിതം ഒരു കൊടും ക്രൂരന്റെ ചതിയിൽ അവസാനിച്ചു. സൈനൈഡ് മോഹന്റെ കഥ ഒരു നീണ്ട കാലഘട്ടത്തിൽ നടന്ന ഭീകരമായ കൊലപാതക പരമ്പരയുടെ കഥ തന്നെയാണ്. ഇന്നും കേൾക്കുന്നവരുടെ മനസ്സിൽ ഭയം ജനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഈ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ കരുതലോടെയും ശ്രദ്ധയോടെയും നോക്കാനും നമുക്ക് ചുറ്റുമുള്ളവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും ഓരോരുത്തരും ശ്രമിക്കുക തന്നെ വേണം. മോഹൻകുമാർ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നുണ്ടാവാം, പക്ഷേ അയാൾ സമൂഹത്തിൽ ഉണ്ടാക്കിയ മുറിവുകൾ ഒരുപാട് കാലത്തെ വേദനയുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.
അതുമാതിരിയുള്ള കാര്യങ്ങളാണ് അയാൾ ചെയ്തു കൂട്ടിയത്. നിങ്ങളെല്ലാവരും കളങ്കാവൽ സിനിമ കണ്ടിട്ടുണ്ടാകും. ആ സിനിമയിൽ മമ്മൂക്ക ഈ സൈനൈഡ് മോഹനനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ആ സിനിമ ഗംഭീര ഒരു അഭിപ്രായത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക ഗംഭീര നടനാണെന്ന് തെളിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇതിലുള്ളത്. കാരണം അദ്ദേഹം ഇതിൽ പ്രതിനായകനായിട്ടാണ് വരുന്നത്. ഞാൻ സിനിമ കാണാൻ പോകുമ്പോൾ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂക്ക ഈ സിനിമയിൽ നായകൻ എന്നുള്ള ഒരു സംഭവത്തിൽ തന്നെയായിരിക്കും. അതായത് ആന്റഗോണിസ്റ്റ് ആയിട്ട് വരികയാണെങ്കിലും ആദ്യം പേര് എഴുതി കാണിക്കുമ്പോൾ മമ്മൂക്കയുടെ പേരായിരിക്കും വരിക എന്നാണ്. പക്ഷേ ഇതിൽ നേരെ തിരിച്ചാണ്. ഇതിൽ നായകനായി വിനായകനും അതുപോലെ തന്നെ പ്രതിനായകനായി മമ്മൂക്കയും ആണ് വന്നത്. അത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ സൈനൈഡ് മോഹന്റെ ഈ ഒരു കഥ പറയുമ്പോൾ എനിക്ക് ഇത് പറയാതിരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം ഇത് അതുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. മമ്മൂക്ക ഇതിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ കഥയുമായിട്ട് മമ്മൂക്കയുടെ ഈ ഒരു കഥാപാത്രത്തിന്, സ്റ്റാൻലി എന്ന ഈ ഒരു കഥാപാത്രത്തിന് വന്നിട്ടുണ്ടാവുക എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. എന്തായാലും സിനിമ ഗംഭീരമാണ്, അതുപോലെ തന്നെ വളരെ ക്രൂരനാണ്. ആ സിനിമയിൽ നമ്മൾ മമ്മൂക്കയെ എങ്ങനെയാണ് കൊണ്ടുപോയത്. പക്ഷേ ആ സിനിമയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, പല കൊലപാതകങ്ങളും നേരിൽ കാണിച്ചില്ല. അതിന്റെ ആ ഒരു ഭീകരത നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ശരിക്കുമുള്ള സൈനൈഡ് മോഹൻ ആ ഭീകരതയിൽ മുങ്ങിക്കുളിച്ച ഒരു ആള് തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. അത്രയും ക്രൂരനായ ഒരു വ്യക്തിയാണ് അയാൾ. എന്തായാലും സൈനൈഡ് മോഹൻ വളരെ വലിയൊരു ക്രൂരനാണെന്ന് നമുക്കറിയാം. നിങ്ങൾ കളങ്കാവൽ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കളങ്കാവലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലെയൊരു ക്രൂരനായിട്ടുള്ള വ്യക്തി ഇനി നമ്മുടെ നാടുകളിൽ ഉണ്ടാകരുത് എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. മനുഷ്യനാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂരമായ രീതിയിൽ വന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ ക്രൂരത അവനെ വിട്ടു പോകാൻ സാധ്യത വളരെ കുറവാണ്. ഇതുപോലെയുള്ള അപകടങ്ങൾ ഇനിയും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ കരുതലോടെ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി മുന്നോട്ട് പോകണം. അതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ഈ ഭൂമിയിൽ ഒരുപാട് ചതിക്കുഴികൾ ഉണ്ടാകും. ആ ചതിക്കുഴികളിലൊന്നും വീഴാതെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ നമ്മൾ കൃത്യമായി തന്നെ ജാഗ്രതയോടുകൂടി തന്നെ നടക്കുക തന്നെ വേണം. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക്